ഇന്ന് കർക്കിടകം 1 ഈ കർക്കിടകത്തിൽ ന്യൂസ് 3 സ്ത്രീകളോട് ചോദിക്കുകയാണ്, ഇന്നെങ്കിലും സ്വന്തം ആരോഗ്യം ശ്രദ്ധിച്ചു തുടങ്ങിക്കൂടെ എന്ന്. അതുകൊണ്ട് ഇതാ സ്ത്രീകൾക്കായി പ്രത്യേക കർക്കിടക പാക്കേജുകൾ പറഞ്ഞു തരും സ്മിത എസ് ശിവൻ ഡോക്ടർ നമുക്കൊപ്പം ചേരുകയാണ്. ദേശീയ ആരോഗ്യ ദൗത്യം വിളപ്പിൽ ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറാണ് ഡോക്ടർ സ്മിത എസ് ശിവൻ. ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ന്യൂസ് 3യിലേക്ക്. ഞങ്ങൾ അങ്ങനെ തന്നെ ചോദിക്കാൻ കാരണം നമ്മളെപ്പോഴും ഒരു പരാതി പറയുന്നത് സ്ത്രീകൾ എല്ലാ കാര്യത്തിനും ഓടി നടക്കുമെങ്കിലും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളതാണ്. എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം ചെയ്തു കൊടുത്ത ശേഷമായിരിക്കും അവർ അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഈ കർക്കിടകത്തിലെങ്കിലും തുടങ്ങിക്കൂടെ എന്നുള്ളതായിരുന്നു ചോദ്യം. അത് ഇപ്പോഴും നമ്മൾ ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അല്ലേ ഡോക്ടർ? അതെ, പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് ബാക്കി വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും സ്വന്തം ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധ വയ്ക്കുക. അപ്പോൾ അപ്പോഴേക്കും നല്ലൊരു രോഗത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് വരാതെ ഈ വർഷം തന്നെ ഈ കർക്കിടകത്തിൽ തന്നെ നമുക്ക് ആ ചികിത്സ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതെ, എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ ഇങ്ങനെ ചികിത്സകൾ, ഈ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു? എന്തുകൊണ്ടാണ് ഈ ചികിത്സകൾ ഈ മാസത്തിൽ നടത്തുന്നത്? എങ്ങനെയാണ് അത് അനുയോജ്യമാകുന്നത്? നല്ലൊരു വേനൽക്കാലം കഴിഞ്ഞിട്ട് വരുന്ന ഒരു വർഷകാലം അല്ലെങ്കിൽ നല്ലൊരു മഴക്കാലം, അപ്പോൾ ഇതിനിടയിലുള്ള ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പോൾ ഈ നല്ലൊരു വേനൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിളിന് പറയാം, ഒരു നല്ല ഇരുമ്പ് ചട്ടി അല്ലെങ്കിൽ നല്ലൊരു മൺകുടമാണെങ്കിലോ നല്ലതായിട്ടിങ്ങനെ തീ കത്തിച്ച് നല്ല ഇതായിട്ടിരിക്കുന്ന ഹോട്ടായിട്ടിരിക്കുന്ന ഒരു മൺകുടത്തിൽ തണുത്ത വെള്ളം വീണാൽ എന്ത് പറ്റും? ആ മൺകുടം അങ്ങ് പൊട്ടിപ്പോവും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരവും അതേപോലെ തന്നെ പ്രകൃതിയും ഒക്കെ ഈ പറയുന്ന കാലാവസ്ഥയ്ക്കനുസൃതമായിട്ട് വരുന്ന ചില മാറ്റങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലും അതേപോലെ തന്നെ പ്രകൃതിയിലും ഒക്കെ വരുന്ന മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളെ ഒന്ന് അതിജീവിക്കുക. ഇങ്ങനെ വരുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം ഈ ഒരു മാസമാണ് ഒരുപാട് രോഗാതുരത കൂടുന്ന മാസം എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. പഞ്ഞമാസം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് രോഗങ്ങളൊക്കെ വരുന്ന ഈ ഒരു മാസം, പ്രത്യേകിച്ചും നമ്മുടെ ശരീരത്തിൻ്റെ ബലം കുറയുന്ന ഒരു മാസം. ബലം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആയുർവേദക്കാരെ സംബന്ധിച്ച് ഇമ്മ്യൂണിറ്റിയാണ് സൂചിപ്പിക്കുന്നത്, അതായത് രോഗപ്രതിരോധ ശക്തി ഒരുപാട് കുറഞ്ഞിരിക്കുന്ന ഒരു മാസം. അപ്പോൾ ഈ മാസത്തിൽ രോഗാതുരത ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ നാം നല്ല രീതിയിലുള്ള ഒരു ഔഷധ സേവയും ചികിത്സ ആവശ്യമുള്ളപ്പോൾ ചികിത്സയും അതേപോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു ആഹാര രീതിയും ഋതുചര്യ പാലിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ ഒരു ചികിത്സയ്ക്ക് ഇത്രത്തോളം ആയുർവേദത്തിന് പ്രാധാന്യമുള്ളത്. അതെ, നമ്മളിപ്പോൾ ഈ ആയുർവേദ ചികിത്സ രോഗങ്ങൾക്കപ്പുറം ഏതെങ്കിലും ഒരു രോഗത്തിന് ചികിത്സ തേടുക എന്നതിനപ്പുറത്തേക്ക് കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ആയുർവേദം ആളുകൾ കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ സുഖചികിത്സ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഈ സുഖചികിത്സ സാധ്യമാണോ ഡോക്ടർ? അത് എങ്ങനെയാണ്, ആരെയാണ് കാണേണ്ടത്, എന്ത് ചികിത്സയാണ് നമ്മൾ എടുക്കേണ്ടത്? എല്ലാവരും ഒരു റിലാക്സേഷന് വേണ്ടി ഈ അടുത്ത കർക്കിടകം ആവട്ടെ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അത് ശരിയാണോ? അതിന് ആപ്റ്റായിട്ടുള്ളൊരു സമയം കൂടിയാണോ ഇത്? കർക്കിടക മാസം പൊതുവേ ഈ പറഞ്ഞ പോലെ രോഗങ്ങൾ ഒരുപാട് വരുന്ന ഒരു മാസം എന്നുള്ളത് കൊണ്ടാണ്, രോഗാതുരത കൂടിയ ഒരു മാസം എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ക്രോണിക് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ ഉള്ളവർക്ക് ഈ സമയത്ത് ചികിത്സ മസ്റ്റായിട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ രോഗങ്ങളൊന്നും ഇല്ലാത്തവരും അടുത്തൊരു വർഷത്തേക്ക് അവർക്കൊരു രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിലേക്കും അവർക്ക് രോഗങ്ങൾ വരാതിരിക്കുന്നതിലേക്ക് അവർക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു നല്ല മാസമാണ് കർക്കിടക മാസം. പ്രത്യേകിച്ചും നമുക്കിപ്പം ഒരുപാട് ചികിത്സാലയങ്ങളുണ്ട്. എല്ലായിടത്തും നമുക്ക് ഈ പറയുന്ന പഞ്ചകർമ്മ ചികിത്സ എല്ലാവരിലും ആവശ്യമില്ല. കൃത്യമായിട്ടും ഔഷധ സേവ മാത്രം കൊണ്ട് നമുക്ക് ചിലപ്പം പല ആളുകൾക്കും മതിയാവും. പക്ഷേ എല്ലാവരും പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകേണ്ടതുമില്ല. പക്ഷേ നമുക്ക് അത്രയും രോഗത്തിന് അടിമകളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഒരുപാട് ജീവിതശൈലീജന്യ രോഗങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി നാളുകൊണ്ട് രോഗങ്ങൾക്ക് കാരണമായിരിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പം പഞ്ചകർമ്മ ചികിത്സ പോലുള്ള ചികിത്സകൾ ആവശ്യമായി വരും. ഇല്ലെങ്കിൽ ഔഷധ സേവ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കർക്കിടക കഞ്ഞി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സാധാരണ ജീവിതചര്യക്കകത്ത് ഒന്ന് കൊണ്ടുവരിക, ആഹാര രീതി ആ ഒരു ഔഷധ രൂപത്തിൽ ഒന്ന് എടുക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു സമയത്ത് ആവശ്യമുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങൾ വരാതിരിക്കും, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് ഇപ്പോൾ ഗവൺമെൻറ് ഡിസ്പെൻസറികളിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് PHSകളിലും അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിലും ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ചികിത്സകൾ ലഭ്യമാണ്. കർക്കിടക കഞ്ഞി കൂട്ട് ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സമയത്ത് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ബലത്തിനെ ക്ലിയർ ചെയ്യുന്നതിനും മനസ്സിൻ്റെ ഒരു പ്രസന്നതയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഒരു
ഇമ്മ്യൂണിറ്റിയെ കറക്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടുമൊക്കെ നാം ഇത് കൃത്യമായിട്ടും ഈ ഒരു സമയത്ത് ചെയ്യണം, ഉപയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്ത്രീകളോട് ഈ കർക്കിടകത്തിലെങ്കിലും സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കൂ, ആരോഗ്യം സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ ഈ ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ എല്ലാവർക്കും പറ്റുമോ ഡോക്ടർ? എല്ലാ കാലത്തും എല്ലാവർക്കും പറ്റുന്നതാണോ? പ്രായവും അല്ലെങ്കിൽ ജെൻഡറും അതിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ? ഉണ്ട്. കാരണം നമ്മൾ ഈ കേൾക്കുന്ന ഉഴിച്ചിൽ, പിഴിച്ചിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്കിഴി, പൊടിക്കിഴി, ഞവരക്കിഴി, ഇങ്ങനെയുള്ള കുറേ കിഴികളെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇതെല്ലാം ശരിക്കും സ്നേഹസ്വേദന കർമ്മങ്ങൾ മാത്രമാണ്. അതായത് ഒരു പഞ്ചകർമ്മത്തിലേക്ക് എത്താൻ, ഒരു മെയിൻ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്താനുള്ള പൂർവ്വകർമ്മങ്ങൾ മാത്രമാണ്. നമ്മൾ പറയില്ലേ, പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ചില പ്രൊസീജിയേഴ്സാണ്. അതായത് നമ്മൾ ആ ഒരു മെയിൻ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി ബോഡിയെ പാകപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ. അപ്പോൾ അത്തരം ചികിത്സകൾ നമുക്ക് ആദ്യം ചെയ്തിട്ട് വേണം പഞ്ചകർമ്മം എന്ന് പറയുന്ന പ്രധാന ചികിത്സയിലേക്ക് വരാനായിട്ട്. അപ്പോൾ പഞ്ചകർമ്മ ചികിത്സ നമുക്ക് എല്ലാവർക്കും ആവശ്യമില്ല. അതെന്ന് പറയുന്നത് ശരിക്കും മെയിൻ ട്രീറ്റ്മെൻറ്റാണ്. അതായത് മൂക്കിലൂടെ മരുന്നൊഴിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ദഹന പചന വ്യവസ്ഥയിൽ കറക്റ്റ് ചെയ്യാൻ തക്ക തരത്തിൽ അത്തരം മാർഗങ്ങളിലൂടെ ഒക്കെ മരുന്നുകൾ ഉപയോഗിച്ച് വസ്തികൾ പോലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് നമ്മുടെ ബോഡിയെ ശോധന ചികിത്സ എന്ന് നമ്മൾ പറയും. അതായത് പ്യൂരിഫിക്കേറ്ററി തെറാപ്പിയാണ് ശരിക്കും പഞ്ചകർമ്മ ചികിത്സ. അത് 5 ചികിത്സകൾ അടങ്ങുന്നതാണ് പഞ്ചകർമ്മ ചികിത്സ. ഈ ഒരു ചികിത്സയിലേക്ക് നമുക്ക് എത്തേണ്ട ആവശ്യം എല്ലാവർക്കും ഇല്ല. പക്ഷേ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചികിത്സ ചെയ്യണമെങ്കിൽ എന്നാൽ ഈ പറയുന്ന പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ പൂർവ്വകർമ്മങ്ങളെല്ലാം തന്നെ ആവശ്യമാണ്. ഇതേപോലെ തന്നെ നമുക്ക് പഞ്ചകർമ്മ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ പശ്ചാത്കർമ്മങ്ങളുണ്ട്, അതായത് പോസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് കുറച്ച് ചികിത്സകൾ ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നും എല്ലാവർക്കും ആവശ്യമില്ല. അപ്പോൾ ഏത് ചികിത്സയാണോ ഓരോ രോഗികളുടെയും അവസ്ഥയ്ക്കനുസരിച്ച്, ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് ഇതൊക്കെ മാറ്റമുണ്ട്. പ്രത്യേകിച്ചും ആയുർവേദത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരേ രോഗവുമായിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്ന രോഗികൾക്ക് പല ചികിത്സയായിരിക്കും. അവരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടും ആ ഒരു കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടും പ്രായത്തിനനുസരിച്ചിട്ടും ജെൻഡറിനനുസരിച്ചും ഒക്കെ നമ്മൾ ചികിത്സയെ വ്യത്യാസപ്പെടുത്താറുണ്ട്. അതിപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ, ഒരു വിദഗ്ധമായിട്ടുള്ള ഒരു ഡോക്ടറുടെ പരിശോധനയോടുകൂടി തന്നെ വേണം ഒരു ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കാൻ പോലും. അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സകളാണ് നമുക്ക് ആവശ്യം. പക്ഷെ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ എല്ലാ കാര്യവും കച്ചവടവൽക്കരിക്കുന്ന ഒരു കാലത്താണ് ഉള്ളത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു, ഒരുപാട് പരസ്യങ്ങൾ വരുന്നു, മുക്കിന് ഇതുപോലെയുള്ള കേന്ദ്രങ്ങൾ വരുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞ ഈ പഞ്ചകർമ്മ ചികിത്സ എന്താണെന്നോ അതിന് മുൻപ് ബോഡിയെ തയ്യാറെടുപ്പിക്കുന്നതിനുള്ള ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകൾ അതൊന്നും അറിയാതെ ഒന്ന് റിഫ്രഷ് ആകാമെന്ന് പറഞ്ഞ് കുറച്ച് പൈസ കൊടുത്ത് അവിടെ പോയി ഇതൊന്നും അറിയാതെ ചെന്ന് കയറുന്ന ആളുകൾ ഒരുപാട് നിരവധിയുണ്ട്. ഈ അവരെത്ര പേര് അവിടെ ഈ ചികിത്സയ്ക്ക് അറിയാവുന്ന ഡോക്ടർമാരെ കണ്ടിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നതെന്നോ ഒന്നും നമുക്കറിയില്ല. അത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നിരവധി നടക്കുന്നില്ല ഡോക്ടർ. എന്തുകൊണ്ട്? അല്ലെങ്കിൽ അവിടെ വരാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയായിരിക്കും? കൃത്യമായിട്ടൊരു വിദഗ്ധമായിട്ടുള്ളൊരു ഡോക്ടറുടെ നിർദ്ദേശങ്ങളില്ലാതെ, ഒരു രോഗി പരിശോധനയില്ലാതെ ശരിക്കും അത്തരം ചികിത്സകളൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഏതൊരു കാര്യങ്ങൾക്കും ഒരു നാണയത്തിന് 2 വശങ്ങൾ പോലെ ഏതൊരു ചികിത്സയിലും ഇതുണ്ട്. വ്യാജന്മാരെല്ലായിടവുമുണ്ട്. ഇവരെയൊക്കെ കൃത്യമായിട്ട് അന്വേഷണ വിധേയമാക്കുന്നതും നമ്മുടെ സംഘടനകൾ, അതായത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പോലെയുള്ള സംഘടനകൾ ഞങ്ങളിതിന് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലെത്തിച്ച് കൃത്യമായിട്ട് തന്നെ അതിനെയൊക്കെ ഒഴിവാക്കാറുമുണ്ട്. എന്നിരുന്നാൽ പോലും ഇനിയും നമുക്ക് മുന്നേറാൻ ഒരുപാട് സമയം വേണ്ടിവരും. അത്തരം ആളുകളെ നമ്മൾ മനസ്സിലാക്കി അത്തരം വ്യാജമായിട്ടുള്ള ചികിത്സകൾ ലഭ്യമാകുന്ന സ്ഥലത്തേക്ക് നാം പോകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. നമുക്ക് ഏത് ചികിത്സ വേണം, ഒരു പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറികളും അതേപോലെ തന്നെ PHCകളും ഹോസ്പിറ്റലുകളും ഒക്കെ ഓരോ പഞ്ചായത്തുകളിലും നമുക്കുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് പ്രൈവറ്റ് മേഖലയിലും ഒരുപാട് നല്ല ഡോക്ടേഴ്സും നല്ല സ്ഥാപനങ്ങളുമുണ്ട്. അപ്പോൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ചികിത്സാലയങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അതൊരു വ്യക്തിയുടെ തീരുമാനമാവണം. അങ്ങനെയുള്ളിടത്ത് മാത്രമേ നമ്മൾ പോയൊരു ചികിത്സ ചെയ്യാവൂ. അല്ലാതെ മിയർലി ഒരു സുഖചികിത്സ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ഒരിക്കലും പോകാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിരുന്നാൽ നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴും ചില ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് രോഗം വരാതിരിക്കുവാൻ നല്ലതായതുകൊണ്ട് തന്നെ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിക്കും പലപ്പോഴും ചികിത്സ ഉപയോഗപ്പെടാറുണ്ട്. എങ്ങനെ? അവർക്ക് പിന്നീടുള്ള രോഗങ്ങൾ വരാതിരിക്കുവാനായിട്ട് പലരും ചികിത്സ
തേടാറുണ്ട്. അതുകൊണ്ട് സുഖചികിത്സ മോശമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അത് വളരെ കൃത്യമായിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അടുത്തുനിന്ന് തന്നെ അത്തരം ചികിത്സകൾ നേടിയെടുക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും സ്ത്രീകളിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് എല്ലാ സമയത്തും ഈ ചികിത്സ ചെയ്യാമോ? പ്രത്യേകിച്ച് നമ്മൾ പീരീഡ്സ് ആകുന്ന സമയത്തൊക്കെ ഈ കർക്കിടക ചികിത്സയിലേക്കോ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞതുപോലെയുള്ള ആ രീതിയിലുള്ള ചികിത്സകളിലേക്ക് പോകാൻ സാധ്യമാണോ? കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്ക് ഔഷധ സേവയുമുണ്ട്, അതേപോലെ തന്നെ ചികിത്സയുമുണ്ട്. 2 തരത്തിലാണ് നമ്മൾ ചികിത്സ പ്ലാൻ ചെയ്യുന്നത്. അവിടെ ഔഷധ സേവ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് കുട്ടികളെ മാറ്റി നിർത്തേണ്ട കാര്യമോ ആർത്തവകാലമായിട്ടുള്ള സ്ത്രീകളെ മാറ്റി നിർത്തേണ്ട കാര്യമോ ഒന്നും വരുന്നില്ല. ഔഷധ സേവ എല്ലാവർക്കും ഒരേപോലെ ഒരേ സമയത്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെയൊക്കെ ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഔഷധക്കഞ്ഞി കുറച്ച് കയ്പൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള പ്രയാസം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അവർക്ക് രുചികരമായിട്ടാണല്ലോ കഞ്ഞി നമുക്ക് കൊടുക്കാൻ സാധിക്കുക. അവരുടെയും രോഗപ്രതിരോധ ശക്തിയെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ നമുക്ക് കരിപ്പട്ടിയോ അല്ലെങ്കിൽ ശർക്കരയോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് അവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പഞ്ചസാര മോശമായിട്ടുള്ളൊരു മധുരമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് ചികിത്സകളൊന്നും തന്നെ നമ്മൾ ഈ ആർത്തവകാലത്ത് ചെയ്യാറില്ല. പക്ഷേ ഔഷധ സേവ അവർക്ക് കൊടുക്കാവുന്നതാണ്. ഈ കർക്കിടക കഞ്ഞിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ, ഈ കർക്കിടക കഞ്ഞി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ കടകളിലും നമ്മൾ കാണുന്നത് ഈ കർക്കിടക കഞ്ഞി കിറ്റ് ആയിരിക്കും. അതപ്പോൾ ഏതായിരിക്കും ഇതിനകത്ത് നല്ലത് എന്നുള്ളത് തിരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് എല്ലാവർക്കും അറിയുകയുമില്ലായിരിക്കും. എന്താണ് കർക്കിടക കഞ്ഞി എന്നുള്ളതൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാമോ? കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് ശരിക്കും കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കുവാനും അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ നിലനിർത്തുവാനും നമ്മുടെ മനസ്സിന് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഉന്നമനത്തിനും ഒക്കെ വേണ്ടിയാണ് കർക്കിടകത്തിലെ മുഴുവൻ ചികിത്സകളും. അതിൽ പ്രത്യേകിച്ചും കർക്കിടക കഞ്ഞി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന ഔഷധ കഞ്ഞിയാണത്. വളരെ ലഘുവായിട്ട് സിമ്പിളായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കഞ്ഞിയാണ്. പലപ്പോഴും ഇത് ആളുകൾ കയ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാൻ തന്നെ മടി കാണിക്കാറുണ്ട് ചിലരിലൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ ഇതാ ഞാൻ വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ മെഡിക്കൽ ഓഫീസർ എന്നുള്ള നിലയിൽ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഒരു വളരെ ശ്രദ്ധയോടെയുള്ള ഇടപെടൽ കൊണ്ട് ഇന്ന് മുതൽ ഞങ്ങളവിടെ കർക്കിടക കഞ്ഞി കൂട്ട് ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതിന് വേണ്ടിയിട്ട് എത്രയോ ആളുകളാണ് വന്ന് ആ കഞ്ഞി രജിസ്റ്റർ ചെയ്ത് അത് കഞ്ഞിക്കൂട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും ആളുകൾക്ക് വളരെ ആവശ്യത്തോടെ ഇഷ്ടത്തോടെ വരുന്ന ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ ഗുണസവിശേഷതകൾ മനസ്സിലാക്കിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള കഞ്ഞി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം മനസ്സിലായാൽ മാത്രമേ ആളുകൾക്കത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഇഷ്ടം വരുള്ളൂ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2 എന്ന് പറയുന്നത് ഇത് തയ്യാറാക്കുന്ന ഒരു വിധം. ഇപ്പോൾ കഞ്ഞിക്കൂട്ട് ലഭ്യമാകുമ്പോൾ ഇത് കൊണ്ടുപോയി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലാണ് നമ്മളത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ അതിന് ആ ഒരു ഗുണം കിട്ടുകയുള്ളൂ. അത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അരിയും പയറും ഉലുവയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഈ കഞ്ഞി വെക്കുക. അപ്പോൾ അരിയും പയറും ഒക്കെ നമുക്ക് തലേ ദിവസമേ വേണമെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് കുതിർത്തെടുക്കാം. തലേന്ന് രാത്രി ഒന്ന് കുതിർത്ത് വെക്കുക. പിറ്റേ ദിവസം നമ്മൾ അരി എത്ര എടുക്കുന്നോ അതിൻ്റെ നേരെ പകുതി ചെറുപയറും അതിൻ്റെ നേരെ പകുതി ഉലുവയും ചേർത്തിട്ടാണ് നമ്മൾ കഞ്ഞി വെക്കുക. അപ്പോൾ ഈ ഔഷധ കൂട്ട് കൊണ്ടുപോകുമ്പോൾ അതൊന്നുകിൽ നമുക്ക് കിഴി കെട്ടിയിട്ട് വെള്ളം തിളപ്പിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആ പൊടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനെ തുണിയിൽ അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്കതിൽ കഞ്ഞി വയ്ക്കാം. അതിന് അരിയും ചെറുപയറും ഉലുവയും ഒക്കെ ഇട്ട് നമ്മൾ വെക്കുമ്പോൾ അതിനകത്ത് നമുക്ക് പിന്നീട് നമ്മുടെ ഇഷ്ടാനുസരണം കൊളസ്ട്രോൾ ഒന്നും അധികരിക്കാത്ത രോഗികളാണെങ്കിൽ കഴിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ലാസ്റ്റ് ചേർത്ത് കടുകൊക്കെ നെയ്യിൽ വറുത്ത് ചേർത്ത് എണ്ണ താളിച്ച് അങ്ങനെ ചേർക്കും. അപ്പോൾ ഭയങ്കര രുചികരമായി നമുക്ക് ആ കഞ്ഞിയെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നെയ്യൊക്കെ ചേർത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്നായി വേവിച്ചെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ കയ്പും ചവർപ്പും ഒക്കെ എങ്ങോട്ട് പോയി എന്ന് നമ്മളറിയില്ല. അത്തരത്തിൽ ടേസ്റ്റിയായിട്ട് നമുക്ക് ഈ കഞ്ഞി പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ചും ഇങ്ങനൊരു ഔഷധക്കൂട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള മെഡിസിൻസ് അല്ല വാങ്ങുന്നത്, ഇലകൾ ചേർത്താണ് നമ്മൾ കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം ദശപുഷ്പവും അങ്ങനെ നമ്മൾ ചെയ്ത് കഞ്ഞി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇലകൾ ചേർത്ത് നമ്മൾ വെക്കുമ്പോൾ ആ ഇല നമ്മൾ നീരാക്കും. അത് അരച്ച് പിഴിഞ്ഞ് നീരാക്കിയിട്ട് നമ്മൾ ഈ കഞ്ഞിക്കകത്ത് ചേർത്ത് പ്രിപ്പയർ ചെയ്യും.
അവിടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇങ്ങനെ തന്നെ ചേർക്കുന്നു. ഇത് ജീരകവും ഈ പറയുന്ന ഇലകളും ഒക്കെ ചേർത്ത് അരച്ച് ഇതിനോടൊപ്പം ചേർത്ത് അതിൻ്റെ നീര് ചേർത്താണ് നമ്മൾ കഞ്ഞി വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ഇത് എപ്പോഴും അത്താഴപഥ്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ട് വരില്ല. കാരണം പലർക്കും മത്സ്യവും മാംസവും അല്ലെങ്കിൽ ഈ പറയുന്ന പഥ്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ ചിലർക്ക് ചില പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കൊരു നേരം അവർ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കഴിച്ചോട്ടെ. പക്ഷേ വൈകുന്നേരം കഞ്ഞി കഴിക്കുന്നത് കുറച്ച് നേരത്തെ ആവണം. അല്ലാതെ ഒരുപാട് രാത്രി താമസിച്ച് നമ്മൾ ഡിന്നർ കഴിക്കാൻ പാടില്ല. അപ്പോൾ അത്താഴപഥ്യമായിട്ട് ഈ കഞ്ഞി നമുക്കങ്ങ് കഴിക്കാൻ പറ്റും. ആ സമയത്ത് മത്സ്യവും മാംസവും ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് വേണമെങ്കിൽ മറ്റെല്ലാ കറികളും ചേർത്ത്, പ്രത്യേകിച്ചും ഒരു കാര്യം മാത്രം ചെയ്യുക, ഒരുപാട് എണ്ണയിലോ മസാലയോ ഒന്നും അധികം ആവാത്ത കറികളൊക്കെ ചേർത്ത് നമുക്ക് ഈ കഞ്ഞി കഴിക്കാം. പപ്പടവും അച്ചാറും ഒന്നും ചേർത്ത് കഞ്ഞി കഴിച്ചു കളയരുത്. പിന്നെ പ്രത്യേകിച്ചും നമ്മൾ ഡയബറ്റീസുകാരാകുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, അരി ഉപയോഗിക്കാതെ, പ്രത്യേകിച്ചും ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന അരി എന്താണ്, ഞവരേരിയാണ്. കാരണം ഈ തവിട് ഉള്ള അരി അതാണ് കൂടുതൽ നല്ലത്. 60 ദിവസം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു റൈസാണ്. എല്ലാ അങ്ങാടിക്കടകളിലും നമുക്ക് ഈ അരി വാങ്ങിക്കാൻ കിട്ടും. ഇത്തിരി വില കൂടുതലാണ്. ഇനി അങ്ങനെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പൊടിയരി വെച്ച് കഞ്ഞി വെച്ചാലും ഓക്കെയാണ്, പക്ഷെ അത്രത്തോളം അങ്ങ് ഗുണം കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പ്രമേഹം ഉള്ളവർക്കാണെങ്കിൽ സൂചി ഗോതമ്പാക്കണം എന്നുള്ളത് മസ്റ്റാണ്. അരിയെ ഒഴിവാക്കുക. കാരണം ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, വൈകുന്നേരം നമ്മൾ കഴിക്കുന്ന ഈ കഞ്ഞിയിൽ ഗോതമ്പിൻ്റെ രീതിയിൽ ഗോതമ്പ് വെച്ചിട്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ബാർലി അരിയോ തിനയോ ചാമയരിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും രോഗത്തിനനുസൃതമായിട്ടും കൂടെ വേണം കഞ്ഞി നമ്മൾ കഴിക്കുവാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ നമ്മളൊരു കിറ്റ് വാങ്ങുമ്പോൾ പലപ്പോഴും കിട്ടുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന ഞവരേരിയും അതിന് ബാക്കിയുള്ള സാധനങ്ങളായിരിക്കും, കോമൺ ആയിട്ടുള്ള സാധനം. അതെ, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അങ്ങനൊരു കഞ്ഞി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ അങ്ങനെ വാങ്ങുകയാണ് ഒരു കിറ്റെങ്കിൽ അവിടെ നമ്മൾ ഈ അരി മാറ്റിയിട്ട് അത് സെപ്പറേറ്റ് പാക്കറ്റുകളിലായിരിക്കും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ നമ്മൾ അരി മാറ്റുക, അതിന് പകരം ഈ പറഞ്ഞ ചാമേരിയോ തിനേരിയോ അതേപോലെ തന്നെ ഈ എന്താ പറയുക സൂചി ഗോതമ്പൊക്കെ ചേർത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഞാൻ ചോദിച്ചത് ചില സമയത്ത് ഈ കഞ്ഞി കർക്കിടക കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് പലപ്പോഴും പഥ്യം വളരെ കർശനമായിട്ട് പറയുന്നവരുണ്ടാകും. ഇന്ന് രാത്രി കർക്കിടക കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് ഉച്ച തൊട്ടേ അല്ലെങ്കിൽ രാവിലെ തൊട്ടേ മത്സ്യ മാംസാദികളൊന്നും കഴിക്കാതെ. അപ്പോൾ അത് പ്രശ്നമല്ല, ആ സമയത്ത് കഴിക്കാൻ പാടില്ല എന്നേ അതേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, കഴിയുന്നതും ഒക്കെ കറി വെച്ച് കഴിക്കാൻ, ഇപ്പോൾ ഇറച്ചിയോ മീനോ മുട്ടയോ ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഫ്രൈ ഒഴിവാക്കിയിട്ട് എണ്ണയിൽ വെറുത്ത് പൊരിച്ചതൊന്നും ഒഴിവാക്കി കറി വെച്ച് കഴിക്കുക. അതും പ്രത്യേകിച്ചും ചെറിയ മത്സ്യങ്ങൾ മാത്രം കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ ഒരു സമയത്തെ ഒരു കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് തന്നെ നമുക്കറിയാം ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇറച്ചിയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ദഹിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നവർ അത് ഒഴിവാക്കിയാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആട്ടിറച്ചിയോ താറാവിറച്ചിയോ അങ്ങനെ തണുപ്പുള്ള ഇറച്ചികൾ, അതായത് ശരീരത്തിൽ പെട്ടെന്ന് ദഹിക്കാൻ പാകപ്പെടുന്ന ഇറച്ചികൾ കഴിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതുപോലെ മുട്ടയുടെ വെള്ള കഴിക്കുക. മഞ്ഞ ചിലപ്പോൾ ഒന്ന് ദഹിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് പ്രയാസമായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ കഞ്ഞിയുടെ ഒപ്പം എല്ലാ പച്ചക്കറികളുടെയും സൂപ്പ് ചേർത്ത് കഴിക്കാം. അതുപോലെ നമ്മൾ ഈ പത്തിലക്കഞ്ഞി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകം അങ്ങനെ ഒരു കഞ്ഞി കൂടിയുണ്ട്. ഇതേപോലെ തന്നെ കർക്കിടക കഞ്ഞി പോലെ തന്നെ. അത് ഈ പറയുന്ന പത്തിലകൾ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, മത്തയുടെ ഇല, ചെറുപയറിൻ്റെ ഇല, ചേമ്പില, താള്, തകരയില, ഇങ്ങനെ പറയുന്ന പത്തിലകളോളം ഉണ്ട്. അപ്പോൾ ഇത്തരം ഇലകളൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ചാറ് ചേർത്തും ഇതേപോലെ കഞ്ഞി ഉണ്ടാക്കാം. അതുപോലെ കർക്കിടക കഞ്ഞിയുടെ ഒപ്പം നമുക്ക് കഴിക്കാൻ വരുന്ന മറ്റൊരു വിഭവമാണ് മോർക്കഞ്ഞി. അതായത് മോരുപയോഗിച്ച് പച്ചമോരുപയോഗിച്ചിട്ട് വെക്കുന്ന പച്ചമോരിൽ ഔഷധങ്ങൾ ചേർത്തെടുക്കുന്ന മോർക്കഞ്ഞി. ഇതും നമുക്ക് ഈ കർക്കിടക കഞ്ഞിയുടെ ഒപ്പം കഴിക്കാവുന്ന മറ്റൊരു നല്ല ഔഷധക്കൂട്ടാണ്. ഡോക്ടർ പഥ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കർക്കിടകത്തിൽ കഴിക്കാവുന്നതും കഴിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും അസുഖം വരുന്ന സമയമാണ്. സാധാരണ എപ്പോഴും അസുഖമായിരിക്കും, പിന്നെ കർക്കിടകത്തിൽ പറയുകയും വേണ്ട. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഭക്ഷണം ഏത് രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കർക്കിടകത്തിൽ? നമ്മുടെ ശരീരം വല്ലാണ്ട് ബലം കുറഞ്ഞിരിക്കുന്ന ഈ ഒരു മാസം ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഫാസ്റ്റ് ഫുഡും അതേപോലെ തന്നെ ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരുടെ അടുത്ത് അത് മസ്റ്റായിട്ട് ഒഴിവാക്കാനായിട്ട് പറയണം. കാരണം പ്രത്യേകിച്ചും ഈ ഒരു കാലത്തിൽ ഇത് ദഹിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഈ ദഹന പചന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യുക എന്നൊരു ധർമ്മം കൂടി ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ ഔഷധ സേവയ്ക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ദഹന പചന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ നിന്ന് നമ്മൾ അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കണം. അതുപോലെ രക്തശുദ്ധിയെ വരത്തക്ക തരത്തിലുള്ള നല്ല പാനീയങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുറത്ത് പോകുമ്പോഴൊക്കെ ഏറിയേറ്റ് ഡ്രിങ്ക്സ്
കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അതുപോലെ പ്രത്യേകിച്ചും ഈ സമയത്ത് എരിവ്, പുളി, ഉപ്പൊക്കെ നന്നായിട്ട് കുറച്ചിട്ട്, അതുപോലെ പുളിക്കൊക്കെ കഴിയുമെങ്കിൽ കുടംപുളി തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഉപ്പിന് നമ്മൾ ഇന്ദുപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള എരിവ് നന്നായി കുറയ്ക്കുക. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പാനീയം നമ്മൾ പലപ്പോഴും ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നതും കുറയ്ക്കാതിരിക്കണം. കാരണം പ്രത്യേകിച്ചും മൂത്രാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുപോലെ കർക്കിടകക്കഞ്ഞി എന്ന് പറയുന്നത് ശരിക്കും പ്രത്യേകിച്ചും ഈ അസുഖങ്ങളെയൊക്കെ, ജീവിതശൈലീജന്യ രോഗങ്ങളാവട്ടെ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങളാവട്ടെ, ഇവയൊക്കെ തടയാനും ഇവയൊക്കെ ഒന്ന് പ്രതിരോധിച്ച് നിർത്തുവാനും ഒക്കെ നമുക്ക് വളരെ ശക്തിയുള്ള ഒരു മരുന്നാണ് ശരിക്കും ഔഷധം. ആഹാരത്തെ തന്നെ ഔഷധമാക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ കർക്കിടക കഞ്ഞിയും അതുപോലുള്ള ഔഷധ കഞ്ഞിക്കൂട്ടുകളും ഒക്കെ തന്നെ. ഡോക്ടർ, നമ്മൾ കർക്കിടകത്തിൽ തുടങ്ങുക എന്നതാണല്ലേ പ്രധാനം, അല്ലാതെ ഈ കർക്കിടകത്തിൽ തുടങ്ങി കർക്കിടകത്തിൽ തന്നെ അവസാനിപ്പിക്കാതെ അത് ഈ ഒരു വർഷത്തേക്കൊരു ദിനചര്യയായി കൊണ്ടുപോവുക എന്നാണ് ഡോക്ടർ പറയുന്നത്. അല്ലാതെ വ്യായാമമായാലും ഭക്ഷണമായാലും ഈ മരുന്നിന്റെ കാര്യമായാലും ഒക്കെ അല്ലേ. ഒരിക്കലും നമുക്ക് കർക്കിടകക്കഞ്ഞി കഴിക്കുന്നതിലൂടെ മാത്രം രോഗപ്രതിരോധ ശക്തിയെ നിലനിർത്താനും സാധിക്കില്ല. ഇതൊരു ഒരു ഒരു വഴിയാണ്. നമുക്ക് അതും വേണം. ആഹാരത്തിനെ ക്രമീകരിച്ച് ഈ ഒരു സമയത്ത് ഇത്രയും ഔഷധ സമ്പന്നമായിട്ടുള്ള ഈ ഒരു മരുന്ന് കഞ്ഞി കഴിക്കുന്ന ഒരു വഴിക്ക്, അതിനോടൊപ്പം തന്നെ സിമ്പിളായിട്ടുള്ള യോഗിക് പോസ്റ്റേഴ്സൊക്കെ ചെയ്യാം. ഒരുപാട് നമുക്ക് ശ്വാസോച്ഛ്വാസ ക്രമങ്ങൾ, നല്ല ശ്വസനക്രിയകൾ ഇതിനോടൊപ്പം ചെയ്യുകയാണെങ്കിൽ മനസ്സിന് കൂടി കുറച്ച് പ്രസന്നതയുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഒരു അരമണിക്കൂറെങ്കിലും നടക്കാൻ പോവുക, ഇതൊക്കെ പ്രധാനമാണ്. അപ്പോൾ വ്യായാമവും ആഹാരവും ഇതേപോലെ തന്നെ നല്ലൊരു ഉറക്കവും, പ്രത്യേകിച്ച് നമ്മൾ പറയും 6 മുതൽ 7 മണിക്കൂർ വരെ ഉറക്കം കിട്ടണം നമുക്ക്. കുട്ടികൾക്കാവുമ്പോൾ 8 മണിക്കൂർ തന്നെ ഉറക്കം ഉണ്ടാവണം. മിനിമം 5 മണിക്കൂറെങ്കിലും നല്ലൊരു സുഖനിദ്ര ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനോടൊപ്പം നമുക്ക് ആ രോഗപ്രതിരോധ ശക്തിയെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അനുവർത്തിക്കണം. പ്രത്യേകിച്ചും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷക്കാലം, അല്ലെങ്കിൽ അതായത് 15 ദിവസം, അല്ലെങ്കിൽ ഒരു മാസക്കാലം, അല്ലെങ്കിൽ 41 ദിവസം, ആ ഒരു മണ്ഡലകാലം, ഇത്രയും സമയമൊക്കെ ഈ പറയുന്ന കർക്കിടകക്കഞ്ഞി കഴിക്കണം എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. മിനിമം ഇന്നത്തെ ഈ ജീവിത തിരക്കിനിടയിൽ അത്രയും ഒന്നും പറഞ്ഞാൽ ആർക്കും കഴിയില്ല എന്ന് എനിക്കറിയാം. എല്ലാവർക്കും കഴിയില്ല എന്നിരിക്കും. പക്ഷേ കഴിയുന്നവർ അങ്ങനെ തന്നെ പോകുക. ഇല്ലെങ്കിൽ മിനിമം 7 ദിവസമെങ്കിലും, 7 രാത്രിയെങ്കിലും ഈ ഒരു കർക്കിടക കഞ്ഞി കഴിക്കുവാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ. ഈ ഒരു കർക്കിടകം 1 സ്ത്രീകൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർ ഇനിയെങ്കിലും ശ്രദ്ധിച്ചു തുടങ്ങട്ടെ സ്വന്തം ആരോഗ്യം. വളരെയധികം നന്ദി ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. താങ്ക് യു സോ മച്ച്.